പൃഥ്വിരാജും മുരളിഗോപിയും രണ്ടുപേരും ചേർന്ന് ലാലേട്ടനെ നൈസായി പറ്റിച്ചു. ഓക്കെ ആണെന്ന് വന്ന് പൃഥ്വിരാജ് ആനി ബെർമാനെയും പറ്റിച്ചു. എന്തായാലും നല്ല കാശുണ്ടാക്കിയിട്ട് നഷ്ടമായി ലാലേട്ടനും. കാരണം ലെഫ്റ്റ് ഹാൻഡ് സ്ഥലം പോയി എടുക്കുമെന്ന് പറഞ്ഞാൽ പുള്ളി BJP സംഖ്യയാണെന്നൊക്കെ പറയുന്നു, അതറിയില്ല. പക്ഷേ പുള്ളി സെൻട്രലിലുള്ള ആൾക്കാരുടെ പുള്ളി ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്ഥാനം എടുക്കാൻ അങ്ങനെ നെഗറ്റീവായിട്ട് മാറി കളിയാണ്. ലാലേട്ടൻ ഒരു തണി തേറാൻ ലാലേട്ടന് മനസ്സിലാക്കി. അറിയില്ല. ഇടയ്ക്ക് മല്ലേഷ് കുമാരൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇനി പൃഥ്വിരാജിൻ്റെ അടുത്ത സിനിമ മമ്മൂട്ടിയായിട്ടായിരിക്കും. എന്തായാലും നല്ല കളി കാശുണ്ടാക്കിയ ഒരു നാടകം ജനങ്ങളാക്കുക. എന്തായാലും ലാലേട്ടൻ ഇനി എനിക്ക് തോന്നുന്നു ഈ സിനിമകളിലെ പ്രിവ്യൂ കാണാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളിയുടെ ഭാഗം അഭിനയിച്ചിട്ട് പോകും, ഡയറക്ടറിൽ വിശ്വസിക്കും. അങ്ങനെയാണ് വിശ്വസിച്ചത്. ലൂസിഫർ അവിടെ അറിയിച്ചാണ്, പക്ഷേ ഈ ചതിച്ചുണ്ടാവില്ല. മുരളിഗോപിയായിട്ട് പോകേണ്ട വലിയ അടിയൊന്നുമില്ല. രണ്ടുപേരും ബെസ്റ്റാണ്. മുരളിഗോപി ആയാലും പൃഥ്വിരാജ് ആയാലും. ഗോപി ആയാലും സുകുമാർ റീപ്ലേസ് വന്നത് അവരായി വല്ലതാണോ അറിയില്ല.